10 വർഷത്തെ കേന്ദ്ര സർക്കാരിന്റെ ഭരണവിഴുപ്പുകൾ. ഓ അസഖ്യം! ഈ രാത്രിയിൽ ഇതെവിടെ കൊണ്ടുപോയി കളയും? ആരും കാണാതെ ഇതെങ്ങോട്ടെങ്കിലും വലിച്ചെറിയണം. ജനം ഇതെല്ലാം മറക്കണം. മറക്കും. 2019 ദേശസ്നേഹത്തിന്റെ മറവിൽ പുൽവാമയിൽ ഒട്ടേറെ സൈനികരുടെ ജീവൻ ബലികൊടുത്ത് ജനശ്രദ്ധ തിരിച്ച് നമ്മൾ ഭരണം പിടിച്ചില്ലേ? അതുപോലെ പയറ്റണം പുതിയ തന്ത്രങ്ങൾ. അതിനല്ലേ പരസ്യങ്ങൾ, ജനങ്ങളെ ഭ്രമിപ്പിക്കുന്ന പരസ്യങ്ങൾ. ജർമ്മനിയിൽ ഹിറ്റ്ലർ പ്രയോഗിച്ചതുപോലുള്ള ഫാസിസ്റ്റ് തന്ത്രങ്ങൾ, നുണകൾ പല ആവർത്തി പറഞ്ഞ് സത്യമാക്കി മാറ്റുന്ന ഗീബൽസിന്റെ തന്ത്രങ്ങൾ പോലുള്ള പരസ്യങ്ങൾ പടച്ചുവിടണം. അതിനായി വലിച്ചെറിയണം പണം. ഇക്കഴിഞ്ഞ 10 വർഷങ്ങളിൽ അഴിമതിയിലൂടെ സുരുക്കൂട്ടിയ കള്ളപ്പണം. നോട്ട് നിരോധനം, ഇലക്ട്രൽ ബോണ്ട്, അങ്ങനെ പഞ്ഞമില്ലൊട്ടുമേ മോദി പാർട്ടിക്ക് പണം. അത് വാരി എറിയണം. പരസ്യങ്ങൾ പടർത്തണം. വിട്ടിപ്പെട്ടിയിലും കോർപ്പറേറ്റ് പത്രങ്ങളിലും തുടരെ കാണിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണം. 400 മണ്ഡലങ്ങൾ പിടിക്കണം. കോട്ടങ്ങളെല്ലാം നേട്ടങ്ങളാക്കി ജനങ്ങളെ വിഡ്ഢികളാക്കി വോട്ടു നേടണം. ഇക്കുറി കൂടി അധികാരം പിടിച്ചെടുത്താൽ ഭരണഘടന അടിമുടി പൊളിക്കണം. പിന്നെ തിരഞ്ഞെടുപ്പും വേണ്ട, ജനാധിപത്യവും വേണ്ട. രാജ്യത്തിന്റെ പേരും മാറ്റണം. ഹിന്ദുസ്ഥാൻ. മരിക്കു വോട്ടു ചെയ്ത ജനങ്ങൾ അപ്പോൾ കഴുതകളെപ്പോലെ കരയും. ആരോടും പറയണ്ട, ആരും അറിയണ്ട. നേരം കളയാതെ നമ്മൾ പണമെറിഞ്ഞു വീഴ്ത്തിയ ജനപ്രിയ കഥാപാത്രങ്ങളെ വിളിക്കാം. എവിടെ ക്യാമറ? വെള്ളത്തിലോ? അതെ, മോഡിജി വെള്ളത്തിലാ. കുറച്ചു മുമ്പ് മോഡിജി വെള്ളത്തിൽ ചാടി, ക്യാമറയും ഒപ്പം ചാടി. ഓ, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മോഡിജിയുടെ ഓരോരോ ചെപ്പടി വിദ്യകളെ. ഏത് അതിശയം, മഹാതിശയം! വെള്ളത്തിനടിയിൽ ധ്യാനത്തിലിരുന്ന് മോഡിജി 3ാം ഭരണകാലവും സ്വപ്നം കാണുന്നു. വെള്ളത്തിൽ മാത്രമല്ല, പിന്നെ അങ്ങ് ഹിമാലയത്തിൽ, കേദാര ഗുഹകളിൽ, ഉഗാണ്ട മലയിൽ, ചീറ്റപ്പുലികൾക്കു നടുവിൽ. ലോകം മുഴുവൻ ചുറ്റിയ ശേഷം വിശ്വഗുരുവാകാനുള്ള ചെപ്പടി വിദ്യകൾ. കടലിനടിയിലൂടെ പൊളിറ്റിക്കൽ ഫൈബർ ഇട്ടയാളാ നമ്മുടെ വിശ്വഗുരു. എടവണ്ട, പൊളിറ്റിക്കൽ അല്ല, ഒപ്റ്റിക്കലാ. ആരോടും പറയണ്ട, ആരും അറിയണ്ട. എന്നാലും എന്റെ ആശാനെ ഒന്നൊന്നര അഭിനയമാ. അതല്ലേ നമ്മുടെ നേതാക്കന്മാർ കൂടെ വിളിച്ചു കൂവുന്നത്. എന്ത്? ഇന്ത്യയിൽ ഇന്നേ വരെ ഒരു പ്രധാനമന്ത്രിയും കാഴ്ചവെക്കാത്ത മിന്നുന്ന പ്രകടനമാണ് കൽക്കിക്ക് ശേഷമുള്ള 11ാം അവതാരമായ
നമ്മുടെ വിശ്വഗുരുവിൻ്റേത്. ഓ എന്ന് അല്ലടാവേ, ഞങ്ങളെ എവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നതേ നിങ്ങളുടെ വിഴുപ്പ് ഭാണ്ഡങ്ങൾക്ക് നോക്കൂത്തികളാക്കി നിർത്താനാണോ? മിണ്ടരുത്. നന്ദൊന്ന് വിലക്കി വാങ്ങിയവരാ നിങ്ങൾ. ഞങ്ങൾ പറയും, നിങ്ങൾ അനുസരിക്കും. ഇപ്പൊ ശരിയാക്കി തരാം. മൊയ്തീനെ ആ ചെറിയ സ്പാനർ നിർത്ത്. മതി മതി. പരസ്യത്തിലൂടെ ഏത് പന്നാസ് വണ്ടിയും പുതിയ വണ്ടിയായി തോന്നിപ്പിക്കാം. അതെ 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 അതെ, തോന്നിപ്പിക്കാം. എന്നാ വൈകിക്കണ്ട. ടാസ്ക് കളിയുടെ റോൾ ക്യാമറ സ്റ്റാർട്ട് ആക്ഷൻ. തള്ളു 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 കണ്ണാതു വണ്ടി തള്ളു 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 തള്ളി തള്ളിപ്പൊള്ളി വണ്ടി ഈ തള്ളിപ്പൊള്ളി വണ്ടി തള്ളു 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 കണ്ണാതു വണ്ടി തള്ളു 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 തള്ളി തള്ളിപ്പൊള്ളി വണ്ടി ഈ തള്ളിപ്പൊള്ളി വണ്ടി. നോക്കൂ, അങ്ങ് അതിർത്തിയിൽ സൈനിക സേവനം നടത്തുന്ന നമ്മുടെ മകനെ കാണാൻ എത്ര നാളായി നമ്മൾ കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കുന്നു. എന്നിട്ടും കരയരുത്, കരയരുത്. അതിന് നമുക്ക് ആവശ്യത്തിന് എണ്ണ തരാൻ ഒരു രാജാവുണ്ടല്ലോ. ആരാ? വിശ്വഗുരു. നീ വീണ്ടും കണ്ണിൽ എണ്ണ ഒഴിക്കാതെ എന്റെ പങ്കജാശി. ടാസ്ക് കളിയുടെ അതാ നോക്കൂ, അതിർത്തിയിൽ ജോലി ചെയ്ത് വിശേഷ ദിവസങ്ങളിൽ പോലും അമ്മമാരുടെ അരികിൽ എത്താൻ കഴിയാത്ത എത്രയെത്ര മക്കൾക്കാണ് അദ്ദേഹം സ്നേഹം വാരിക്കോരി കൊടുക്കുന്നത്. ഒന്ന് തിരിഞ്ഞു നോക്കന്റെ പങ്കജോ. അതാ അതിർത്തി നമ്മുടെ വിശ്വഗുരു. ഈ വിശിഷ്ട ദിനത്തിൽ, ഈ അക്ഷയ തൃതീയ ദിനത്തിൽ കുടുംബത്തിൽ എത്താൻ കഴിയാതെ ദുഃഖം അടക്കി നിൽക്കുന്ന സൈനികർ. നീ വീണ്ടും കണ്ണിൽ എണ്ണ ഒഴിക്കാതെ എന്റെ പങ്കജാശി. നോക്കൂ, വിശ്വഗുരു സൈനികർക്ക് സ്വർണ്ണ ബിസ്ക്കറ്റ് ഭക്ഷണമായി നൽകുന്നു. വിശന്ന് പണ്ടാറടങ്ങി നിൽക്കുമ്പോ തന്ന ബിസ്ക്കറ്റ് ആർത്തി മൂത്ത് കടിച്ച് മനുഷ്യന്റെ പല്ലു പോയി. എന്നതാടോ പോയത്? ഇരുമ്പിന്റെ ബിസ്ക്കറ്റോ? അത് 22 കാരറ്റിന്റെ ബിസ്ക്കറ്റാ. അതിർത്തിക്കപ്പുറത്തെ പട്ടാളക്കാരെ തട്ടാൻ പേശികൾ കുറുക്കുവനം നൽകുന്ന ഗ്യാരണ്ടി ബിസ്ക്കറ്റ്. വിശ്വഗുരുവിന്റെ ഗ്യാരണ്ടി ബിസ്ക്കറ്റ്. എന്നാലേ നീ ഒന്ന് കടിച്ചു നോക്ക്. അങ്ങ് ആ തങ്ക ബിസ്ക്കറ്റ് അദ്ദേഹത്തിന് കൊടുത്താലും. അയ്യോ, എന്റെ പല്ലു പോയേ. അമ്പടാ, ഇത് പൂശാണല്ലോ, റോൾഡ് ഗോൾഡ്. അയ്യോ, അകത്ത് തുരുമ്പിച്ച ഇരുമ്പ. ആരോടും പറയണ്ട, ആരും അറിയണ്ട. നിക്ക് നിക്ക് നിക്ക്, ഇപ്പൊ ശരിയാക്കി തരാം. ഒരു 5 ഡയലോഗും കൂടെ ഉണ്ടല്ലോ പങ്കജാശി. എന്നാ അതങ്ങോട്ട് കാച്ചിയാലോ കാട്ടുപരമസേട്ടാ? അയ്യോ, ഒരു സെക്കൻഡ് ഒന്ന് സമാധാനപ്പെടപ്പാ. നമ്മളൊന്ന് ഫ്രീസ് ആയിക്കോട്ടെ. റോൾ ക്യാമറ സ്റ്റാർട്ട് ആക്ഷൻ. 3 മുഴത്തിലും നമ്മുടെ വിശ്വഗുരു ആദ്യ കഴുത്തിലേറിയ ഭാരതത്തിൽ എല്ലാ വർഷവും ഇനി വരുന്ന അക്ഷയ തൃതീയ ദിനങ്ങളിൽ ഓരോ വീടുകളിലും സൗജന്യമായി 24 കാരറ്റ് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ എത്തും. ഭാരതം സ്വർണ്ണം കൊണ്ട് മൂടും. ആരോടും പറയണ്ട, ആരും അറിയണ്ട. എന്തൊരു കാലമാണിത്! നുണപ്രചരണങ്ങളിൽ സത്യം നിലവിളിച്ചുകൊണ്ടേയിരിക്കുന്ന കാലം. അപകടകരമായ പരസ്യങ്ങൾ, ആത്മനിർഭരതയുടെ അലോസരപ്പെടുത്തുന്ന പേക്കൂത്തുകൾ. വിവരവും വിദ്യാഭ്യാസവുമുള്ള ആരെങ്കിലും ഇതൊക്കെ വിശ്വസിക്കൂ? നുണയെ സത്യങ്ങളാക്കി തോന്നിപ്പിക്കുന്ന പരസ്യങ്ങൾ. അതെ, ഗീബൽസിന്റെ തന്ത്രങ്ങൾ പോലെ ജനങ്ങളെ ചതിക്കുഴിയിലേക്ക് വലിച്ചിടുന്ന മോടി പരസ്യങ്ങൾ. ഓ, ഇതെന്തൊരു നാറ്റവാ! ഇതെന്താ ശങ്കരേട്ടാ? 10 കൊല്ലത്തെ ജനദ്രോഹ ഭരണത്തിന്റെ പാപക്കറകൾ, വിഴുപ്പുകെട്ടുകൾ. തെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയല്ലേ? ചെയ്തു തീർത്ത പാപങ്ങൾ ജനമനസ്സുകളിൽ നിന്നും മറയ്ക്കാനായി ഒഴുക്കിക്കളയാൻ കൊണ്ടുപോവുകയാണ്.
ക്രൂരതയുടെ എത്ര ചോരപ്പാടുകൾ. ഗുജറാത്തിലും കത്വയിലും കാശ്മീരിലും മണിപ്പൂരിലും അതിക്രൂരമായി കൊന്നു തള്ളിയവരുടെ നിലവിളികൾ. മണിപ്പൂരിൽ ചുട്ടെരിച്ചു കവർന്ന എത്ര ജീവനുകൾ. നിഷ്ഠൂരമായി കൂട്ടബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകൾ. നഗ്നരായി പ്രകടനം നടത്തിപ്പിച്ച് അപമാനിക്കപ്പെട്ടവർ. സങ്കടക്കെട്ടഴിച്ചൊന്ന് പൊട്ടിക്കരയാൻ നമ്മുടെ ദേവാലയങ്ങൾ പോലും അവർ ബാക്കി വെച്ചില്ലല്ലോ ദൈവമേ. അധികാരത്തിന്റെ മറവിൽ നിശബ്ദമാക്കപ്പെട്ട മനുഷ്യരുടെ നിലവിളികൾ. ഓ, ഉലകം ചുറ്റുന്ന പ്രധാനമന്ത്രിക്ക് മണിപ്പൂരിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും നേരമില്ല. മണിപ്പൂരിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ജീവിതം ഒരു മുന്നറിയിപ്പാണ്. നാളെ അത് ഇവിടെയും സംഭവിക്കുമെന്ന മുന്നറിയിപ്പ്. ജാതിയുടെയും മതത്തിന്റെയും അതിർത്തിയുടെയും പേരിൽ കൊന്നൊടുക്കപ്പെട്ട എത്ര മനുഷ്യ ജന്മങ്ങൾ. ഇന്ത്യ എന്റെ രാജ്യമാണെന്നും എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരീ സഹോദരന്മാരാണെന്നും അഭിമാനത്തോടെ പഠിച്ചു വളർന്നവരല്ലേ നമ്മൾ. എല്ലാം അവർ തിരുത്തി കുറിക്കുകയാണ്. ചരിത്രം മാറ്റിയെഴുതുന്നു, സ്ഥലനാമങ്ങൾ തിരുത്തുന്നു, മനുഷ്യ സ്നേഹികളായ മഹാന്മാരെ വിസ്മരിക്കുന്നു. പകരം കാവിച്ചായുള്ള പേരുകൾ എഴുതി നിറയ്ക്കുന്നു. മനുഷ്യ മനസ്സുകളെ വർഗീയതയുടെ വിഷം നിറച്ച് ഇരുളിലേക്ക് വലിച്ചഴിക്കുന്നു. ജനാധിപത്യത്തിന്റെ ആണിക്കല്ല് അടിച്ചിളക്കിക്കൊണ്ടിരിക്കുകയാണവർ. ജനങ്ങളെ തമ്മിലടുപ്പിച്ച് കൊന്നൊടുക്കി രസിക്കുന്നത് കൂടെയാണ് മോദിയുടെ ഗ്യാരണ്ടി. നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യൻ ദർശനത്തെ താമരയുടെ മറവിൽ തൂത്തുമാറ്റുകയാണവർ. മനുഷ്യരെ തിരിച്ചറിയാത്ത വെറുപ്പിന്റെ കാലമാണ് അവരുടെ ലക്ഷ്യം. അതിലൂടെ അവർക്ക് അവരുടെ മതരാഷ്ട്രം പടുത്തുയർത്തണം. വീണ്ടും അവർ അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്തിന് ഇനിയും ഉണങ്ങാത്ത മുറിവുകൾ ഏൽക്കേണ്ടി വരും. ജനാധിപത്യം ശ്വാസം മുട്ടി പിടയും. ദേശാഭിമാനികൾ മാനവികതയിൽ പടുത്തുയർത്തിയ ഈ രാജ്യത്തിന്റെ ഹൃദയത്തെ ഏകാധിപത്യത്തിന്റെയും ഫാസിസത്തിന്റെയും തേർചക്രങ്ങൾ ഞെരിച്ചു കളയും. കർത്താവേ, പടച്ചോനെ, നീ കാത്തോളണേ ദൈവമേ. ആയിഷ, ഈ രാജ്യത്തെ കാത്തുരക്ഷിക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. സാറമ്മച്ചേട്ടത്തി, ഇന്ത്യക്കൊരാത്മാവുണ്ട്. തിന്മകൾക്ക് നേരെ ശബ്ദിക്കുന്ന കരുത്തുണ്ട്. ഇക്കുറി തിരഞ്ഞെടുപ്പിൽ കൂടുതൽ പ്രതിരോധ കരുത്തോടെ അത് ശബ്ദിക്കുക തന്നെ ചെയ്യും. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞ ദൈവവിശ്വാസികളെ മണിപ്പൂരിലും മറ്റും ക്രൂരമായി കൊന്നൊടുക്കുമ്പോ, ഭയം ഈ രാജ്യത്തെ ഭരിക്കുമ്പോ, നമ്മുടെ നാട്ടിലെ അസ്വസ്ഥരായ ജനങ്ങൾ ഉറക്കെ ചോദിച്ചു തുടങ്ങി, ഈ രാജ്യം ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന്. അതെ, നമ്മൾ ഒന്നായി ജനാധിപത്യത്തിന്റെ കാവൽക്കാരാകണം. സറാമ, ഐഷ, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്ന നിർണായകമായ ജനാധിപത്യത്തിന്റെ വിധിയെഴുത്താണ് വരാനിരിക്കുന്നത്. രാജ്യത്ത് ഗാന്ധിജി വേണോ അതോ ഗോഡ്സെ വേണോ എന്ന് വിധിയെഴുതുന്ന തെരഞ്ഞെടുപ്പ്. ജനാധിപത്യം ഇനിയും തൂക്കിലേറ്റപ്പെടാതിരിക്കാൻ, ഇന്ത്യയിലെ ജനങ്ങൾ കൊന്നിച്ചൊന്നായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനായി ഇടതുപക്ഷമാണ് ഹൃദയപക്ഷമെന്നും രക്ഷയെന്നും നമ്മൾ അറിയണം. നമ്മൾ ഇനിയും മാനവികതയുടെ, മനുഷ്യ സ്നേഹത്തിന്റെ പാട്ടുകൾ ഉറക്കെ പാടണം. ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല. നമ്മുടെ കതറേമാന്മാരുടെ ഒരു കാര്യം എന്ത് പറയാനാ. തെരഞ്ഞെടുപ്പ് വരുമ്പോ നമുക്ക് ഇത് തന്നെയാ പണി. അണ്ണാ, താമരയുടെയും കൈപ്പത്തിയുടെയും കള്ളങ്ങൾ കുഴിച്ചുമൂടാൻ ഇടുപണി ചെയ്താൽ കായ് കിട്ടും. താമരയും കൈപ്പത്തിയും ആകുമ്പോൾ മാറി മാറി ചവിട്ടി നിൽക്കാമല്ലോ.
ദേ മറ്റൊരു തള്ളു, തിരുവനന്തപുരം എയർപോർട്ട്. എന്നതാടാ തള്ളിന്റെ ഘോഷയാത്രയോ? മോനെ, ഈ മോദിജി പറഞ്ഞു അതാണ് ഈ തമ്പുരാനുള്ള വിഹിതമാണെന്ന്. ഇടയ്ക്കിടെ മോദി പ്രഭ വാഴ്ത്തുന്ന നമ്മുടെ വിശ്വപൗരൻ കണ്ണും പൂട്ടി അതങ്ങ് സമ്മതിച്ചു. അതാണിച്ച് നടത്തിയാലേ എയർപോർട്ട് നന്നാവൂ എന്ന നീണ്ട പ്രസ്താവന നടത്തി മോദി തമ്പുരാൻ അങ്ങോട്ട് പ്രസാദിപ്പിച്ചു. ആ കംപ്ലീറ്റ് ഊളത്രല്ലയോ കയ്യിലിരിപ്പ്. കേരളത്തിന്റെ ന്യായമായ നികുതി വിഹിതം കേന്ദ്രം തടഞ്ഞപ്പോ, ഇവിടത്തെ വികസനത്തിന് തടസ്സം നേരിട്ടപ്പോ ലോകസഭയിൽ ഈ വിശ്വപൗരനോ കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു വലതുപക്ഷ എംപിയോ ഇടതുപക്ഷത്തിനൊപ്പം നിന്നോ എന്തെങ്കിലും ശബ്ദിച്ചോ? അല്ല ശബ്ദിച്ചോടോവേ പറ. സത്യം പറഞ്ഞ കേരളത്തിന് വേണ്ടി പറഞ്ഞത് ഇടതുപക്ഷ എംപിമാർ മാത്രം. ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും വികസനത്തിനും മുന്നിട്ട് നിൽക്കുന്ന കേരളം കേന്ദ്രം ഭരിക്കുന്നവരുടെ കണ്ണിലെ കരടാണെന്ന് അറിയാമല്ലോ ആശാമാരെ. ചുരുക്കി പറഞ്ഞ കേന്ദ്രം ഭരിക്കുന്നവരുടെ അജണ്ട തന്നെയാ ഈ കോൺഗ്രസുകാരുടെ അജണ്ട. കേരളത്തിന്റെ വികസനത്തിന് തുരങ്കം വയ്ക്കുക. ആരോടും പറയണ്ട, ആരും അറിയണ്ട. ശരിക്കും ഈ നാടിന് വേണ്ടത് ഒരു വിശ്വസ്തനെയാണ്. നാടിനെ അറിയുന്ന, നാട്ടുകാർക്കൊപ്പം നിൽക്കുന്ന ഒരു ജനനായകനെ. നിങ്ങൾ പണത്തിന് വേണ്ടി വേഷം കെട്ടുന്നവരാണെങ്കിലും ചില സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ടല്ലോ. ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കേണ്ട നിങ്ങൾ രാജ്യത്തെ നശിപ്പിക്കാൻ ഒരുമ്പിട്ടവർക്കൊപ്പം നിൽക്കരുത്. ദീപസ്തംഭമാകാൻ നമുക്ക് കിട്ടണം പണം. പണം എറിയുന്നവരുടെ കളിപ്പാവകളാകരുത് നിങ്ങൾ. ഇവിടെ വാടാ, വാടാ ഇവിടെ. നീ എന്താടാ പിന്നെയും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഇങ്ങത്താടാ. ആഹാ, രണ്ടും ഒന്നു തന്നെ. അതെ അതെ, കളിയാക്കല്ലേ ആശാനെ. വയറ്റിപ്പഴുപ്പിന് വേണ്ടിയുള്ള ഓരോരോ അഭ്യാസങ്ങളാണേ. ആരാണ് ജയിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. കാവിയിലേക്കോ കതലിലേക്കോ മാറി മാറി വേഷം വിട്ട് നിൽക്കാമല്ലോ. ചക്കിക്കൊത്ത ചങ്കരൻ പോക്കോണം ഇടുന്ന. പരസ്പരം കൊടുത്തും വാങ്ങിയും കുതിരക്കച്ചവടം നടത്തും പോലെ ഈ രാജ്യത്തെയും അവര് വിൽക്കും. നടുവേനച്ചിട്ട് മേല. എന്നതാണോ നിങ്ങൾ ഈ പറയുന്നേ? ആര് കപ്പെടുത്താലും നമ്മൾക്ക് കാശ് കിട്ടണം. ഇനിയും വരാനിരിക്കുന്ന വലിയ ആപത്തുകളെ ചെറുക്കാൻ നമ്മൾ ഒന്നായി നിൽക്കേണ്ട കാലമാണിത്. കേരള സ്റ്റോറി പോലെ തെറ്റിദ്ധാരണ വരുത്തുന്ന സിനിമകൾ പടച്ചുവിട്ടും പെരും നുണകളുടെ പരസ്യങ്ങൾ പ്രചരിപ്പിച്ചും വർഗീയ ധ്രുവീകരണം നടത്തിയും മനുഷ്യരെ കൊന്നൊടുക്കാൻ ശ്രമിക്കുന്നവർക്കൊപ്പം നിൽക്കരുത് നിങ്ങൾ. സഹജീവികളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന്റെ അപേക്ഷയാണിത്. മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ദളിതരെയും കൊന്നൊടുക്കാൻ ആയുധമെടുക്കുന്നവർക്കൊപ്പം നിൽക്കരുത്. രാജ്യത്ത് ദുരിതം വിതയ്ക്കുന്ന ഈ ദ്രോഹികളെ പന്തിപ്പടക്കം പൊട്ടിച്ച് ഓടിച്ച് വിടുമകമാരെ. പ്രിയമുള്ളവരെ, വരാനിരിക്കുന്നത് മനുഷ്യനീതിക്ക് വേണ്ടിയുള്ള വിധിയെഴുത്താണ്. കരുതലോടെ വിനിയോഗിക്കേണ്ട നമ്മുടെ അവകാശം അത് രാജ്യനന്മയ്ക്കും മനുഷ്യ സ്നേഹത്തിനും ഭരണഘടനാ സംരക്ഷണത്തിനും വേണ്ടിയുള്ളതാവണം. ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യ ഉള്ളൂ. ഇന്ത്യയുടെ നന്മയ്ക്കായി ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കൊപ്പം നിൽക്കാൻ നമുക്ക് നമുക്കിടയിലെ ജനനായകനോടൊപ്പം നിൽക്കാം. ഭയത്തിന്റെ കാലൊച്ച കേൾക്കുന്ന ഭാരതം, ദുരന്തത്തിലേക്കു നടത്തുന്നു നമ്മളെ. പരിക്കേറ്റ മക്കൾ നിലവിളിക്കുമ്പോൾ രക്ഷകരാകുന്നതിടതുപക്ഷം. ഇന്ത്യയുടെ ഹൃദയമായി ഇടതുപക്ഷം വരും. ജനജീവിതത്തിലേക്ക് ഇടതുപക്ഷം വരും.
ഇടതുപക്ഷം ഹൃദയപക്ഷം, ഇടതുപക്ഷം മനുഷ്യപക്ഷം, ഇടതുപക്ഷം ജനകീയ പക്ഷം.